ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതൊരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു കിലോനാണ് ബിരിയാണി വെക്കുന്നത്. അതിന് ഞാൻ 2 വലിയ ഇഞ്ചി, 2 ഫുള്ള് വെളുത്തുള്ളി, ഒരു 10-12 പച്ചമുളക് എരിവില്ലാത്തതായിക്കൊണ്ട് ഞാൻ 12 എടുത്തിന്. എരിവുള്ളതാണെങ്കിൽ അത് കുറക്കാം. പിന്നെ 3 ഉള്ളിയും പിന്നെ 2 തക്കാളിയും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് വെക്കാം. ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയാൽ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുങ്ങനെ വാടിക്കാനായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളി നല്ലോണം വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയതില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൽ അരച്ചിട്ട് പച്ചമണൽ നല്ലോണം മാറിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. 1 കിലോ ബീഫ് തന്നെ എടുത്തിന്. അത് നല്ലോണം കഴുകിയിട്ട് വലിയ പീസാക്കി മുറിച്ചതാണ്. ബിരിയാണിക്ക് നമ്മൾ വലിയ പീസാക്കിയിട്ടല്ലേ മുറിക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ബീഫ് നല്ലോണം വഴറ്റിയതിന് ശേഷം കുക്കർ മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ടൈം കൊണ്ട് നമുക്കൊന്ന്
അരി വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. ഞാൻ പൊതുവെ ബിരിയാണി ആക്കുമ്പോൾ നെയ്ച്ചോറ് വെക്കുന്നത് അരി കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കും. ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് ഞാൻ ആക്കൽ. 1 കിലോ അരിയാണ് ഞാൻ എടുത്തിന്. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ എടുത്താൽ മതി. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറാക്കി എടുക്കാം. അതിനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യാണ് ആക്കി കൊടുത്തിന്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്കായ്, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട അത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുങ്ങനെ ചെറിയൊരു കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അരി ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അരി ഒന്ന് ചെറുങ്ങനെ റോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചെടുക്കുന്നത്. 1 കിലോ അരിയാൻ അടുത്തിന് 14 വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ചൂടുള്ളതാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല ചൂടുള്ള വെള്ളം അതും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതിന് നല്ലോണം തിളക്കുന്നുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫ് നമുക്ക് നോക്കാം. ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ഒരു പുളിനാരങ്ങയും അതും കൂടി ആക്കി കൊടുക്കാം. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് പുളിനാരങ്ങ ആക്കി കൊടുത്തിട്ട് നമുക്കത് അവിടെ വെക്കാം. ചോറിൻ്റെ വെള്ളം നല്ലോണം വറ്റി നമുക്കിതിന് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിനാൽ നല്ലൊരു മണം ഉണ്ടാവും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒന്നുകൂടി നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൂടായി മസാലയായി. ഇനി നമുക്ക് അടുത്തത് ദമ്മിടലാണ് പരിപാടി. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ കാഷ്യും കുറച്ച് മുന്തിരിയും നമുക്കൊന്ന് നല്ലോണം വറുത്ത് കോരിയെടുക്കാം.
ഇനി നമുക്ക് ദമ്മിട്ടാലോ. അപ്പോൾ ഞാനതിന് നെയ്ച്ചോറ് വെച്ച പാത്രം തന്നെ എടുത്തിട്ട് അതിലേക്ക് അടിയിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിൽ മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ റൈസ്, പിന്നെ കുറച്ച് അണ്ടി മുന്തിരി, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ ഗരം മസാല ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും ചോറിട്ട് കൊടുക്കാം. അങ്ങനെ റിപ്പീറ്റായിട്ട് നമുക്ക് ഇത് നല്ലോണം ദമ്മിട്ടെടുക്കാം. അപ്പോൾ ചോറിൽ നമ്മൾ ലെയറായിട്ട് ദമ്മിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഓൾസ് ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ഉള്ളിലേക്കെല്ലാം നല്ലോണം മസാല, ചോറിലേക്ക് മസാല പിടിക്കൂലേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പാനും വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മളെ ചോറ് നന്നായിട്ട് ദമ്മാവും. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണലും വരുന്നുണ്ട് തുറക്കുമ്പോൾ തന്നെ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ബീഫ് ബിരിയാണി ആയിക്കോട്ടെ, നല്ല ബീഫിൽ നല്ല മസാല പിടിച്ച് ചോറിൽ നല്ല തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എനിക്ക് എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം വന്ന് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബായ്.